നമ്മൾ നാട്ടടക, വാട്ട് ഈസ് നാട്ടടക എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞു. പിന്നെ നാട്ടടകൾ എന്തൊക്കെ പൊസിഷനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്നത്, അത് എങ്ങനെ ചെയ്യണം, ആ പൊസിഷൻസ് എങ്ങനെ എടുക്കണം. ആയുധം പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതാണ് ആയുധ പൊസിഷൻ. ആയുധ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ബം ഒരിക്കലും തള്ളാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ സ്ട്രെയിറ്റ് ഇരിക്കുക, കാല് ഇങ്ങനെ ഇരിക്കുക. ഇത് ആയുധ പൊസിഷൻ, ഇങ്ങനെയാണ് അറിയാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഇതിനകത്ത് പ്രേംഗണം എന്ന് പറഞ്ഞ പൊസിഷൻ ആണ്. പ്രേംഗണം എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് കാലാണ് പ്രേംഗണം വെക്കുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലെഗിലേക്ക് വേണം ഫുൾ ബാലൻസ് കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് ഈ കാല് ലൂസ് ആക്കി നീട്ടാം. അല്ലാണ്ട് ബാലൻസ് എപ്പോഴും ഇതിലേക്ക് പോകാൻ പാടില്ല. അതായത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരുന്നിട്ട് ഫുൾ ബാലൻസ് ഓപ്പോസിറ്റ് കാലിന് കൊടുത്തിട്ട് നമ്മൾ നീട്ടി കഴിഞ്ഞാൽ എങ്ങോട്ട് നീട്ടിയാലും ബോഡി ആടത്തില്ല. മറ്റത് നമ്മൾ ഇതിലേക്ക് ബാലൻസ് കൊടുക്കുമ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. സോ അപ്പൊ പ്രേംഗണം, സൈഡ് പ്രേംഗണം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഫുൾ ബാലൻസ് കൊടുക്കുക, നേരെ നീട്ടുക, മടക്കി വെക്കേണ്ട, തിരിച്ചു വയ്ക്കുമ്പോൾ മടക്കി വെക്കുക. ഫ്രണ്ട് പ്രേംഗണം എടുക്കുമ്പോൾ എന്ത് പറഞ്ഞു, ബോഡി സ്ട്രെയിറ്റ് ആക്കുക, ഇതുപോലെ ബാലൻസ് ഓപ്പോസിറ്റ് കാലിൽ കൊടുത്തിട്ട് ബമ്മിൽ തട്ടിയെടുക്കുക. അല്ലെങ്കിൽ സിക്സ് ഒക്കെ എടുക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് പോകും. ഓക്കെ, പിന്നെ ഏത് പൊസിഷനാണ് അടുത്ത്, സ്വസ്തികം. സ്വസ്തികം വെക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം, ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് കാലിൽ ഫുൾ ബാലൻസ് കൊടുത്തിട്ട് ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, സ്വസ്തികം വെക്കുമ്പോൾ ഈ കാല് എപ്പോഴും ഇങ്ങനെ വെക്കാവൂ, ഇങ്ങനെ വെക്കാൻ പാടില്ല. പിന്നെ കാല് നീട്ടിയും വെക്കരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഇവിടെ കിടക്കുള്ളൂ. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വന്നാൽ ഭംഗിയുള്ളൂ. പിന്നെ അതുപോലെ ബാക്കിലേക്ക് പോകുന്നത്. സോ സ്വസ്തികം. അടുത്തേക്ക് ഒരു പൊസിഷന് വേണ്ടി എന്താണ്, ഗരുഡമുണ്ട്. ഗരുഡമുണ്ടിൽ എങ്ങനെയാ, സ്ട്രെയിറ്റ് ഇരിക്കുക, ഇങ്ങനെ വെക്കുക, ഈ കാല് ഇതിലേക്ക് ഫുൾ ബാലൻസ് കൊടുക്കുക, ഹീൽസ് ഇങ്ങോട്ടേക്ക് ആകാൻ പാടില്ല,